17-ാം തീയതി കല്യാണ. നാട്ടിൽ വെച്ചാ. ഇവിടുന്ന് എല്ലാവരും വരും. വരണം. താര, ഞാൻ കൊടുത്തൊരു ഉറപ്പിലാ ആ കുട്ടി ഇതിനെല്ലാം വില്ലിങ് ആയത്. തീരുമാനം എന്തായാലും അധികം ലേറ്റാക്കരുത് പ്ലീസ്. അങ്ങനെ വെറുതെ ഒരാളെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവരുടെ കണ്ടീഷൻസിൽ ആളൊരു അമ്മയായിരിക്കണം എന്നുണ്ട്. ലെറ്റ്സ് എക്സ്പെക്ട് സംതിങ് പോസിറ്റീവ്. അസോസിയേഷനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഫീഡ്ബാക്ക് അറിയിച്ചോളാം. എൻ്റെ അറിവിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫ്രണ്ട് പോലും അവൾക്കില്ല. ഇപ്പോഴത്തെ ഡിപ്രഷൻ അവിടെ നിന്ന് മാറ്റിയെടുത്താൻ ഒരു പോസിറ്റീവായിട്ടുള്ള സ്പേസ്, അതാണ് അവൾക്ക് ആവശ്യം. നിന്റെ ഫ്രണ്ട് സർക്കിളിടയിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അവളെ ഒന്ന് നിർത്താൻ? ശ്രമിക്കാം, പക്ഷേ ആദ്യം ഷീ ഹാസ് ടു എഗ്രി. അതെനിക്ക് വിട്ടേരെ പ്ലീസ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇഫ് ഷി വാസ് മൈ ഫ്രണ്ട്, ഞാൻ അവളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. അനുപമയ്ക്ക് ആ കുട്ടീനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെനിക്കും ആ ഫാമിലിക്കും വലിയൊരു സപ്പോർട്ടായിരിക്കും. അവളുടെ ഇപ്പോഴത്തെ ഐസൊലേഷൻ മാറ്റാൻ ഞാൻ ഒരുപാട് ഓപ്ഷൻസ് നോക്കിയതായിരുന്നു. പക്ഷെ അനുപമനേക്കാൾ അപ്പുറം റൈറ്റ് ചോയ്സ് അതെനിക്ക് കിട്ടാൻ പാടാം. പറയുന്ന കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്, പക്ഷേ തലവേദനയാവോ? ഹേ അങ്ങനെ കോർണർ ചെയ്ത് പറയരുത് താര. ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്ത് നേടാനാ? തുടങ്ങുന്ന ദിവസം തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇത് ഇത്രയാക്കിയതിൽ അവളുടെ സ്ട്രെയിൻ അതൊരിക്കലും കാണാതെ പോകരുത് പ്ലീസ്. ഇപ്പം അവളൊന്നും അറിയണ്ട. ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ പോട്ടെ. ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും റീസൺ പറഞ്ഞോളാം. താങ്ക് യു. തിരിച്ചു പോവാ അച്ഛൻ്റെ അടുത്തേക്ക്. എന്താടോ, എന്താ പറ്റിയേ? ഞാനിവിടെ ഫിറ്റാകില്ല. അപ്പോൾ തനിക്ക് വേണ്ടി തുടങ്ങിയ ഡേ കെയർ എന്ത് ചെയ്യും? പൂട്ടിയിടൂ. തന്നെ വിശ്വസിച്ച് ഫ്ലാറ്റായിട്ട് കൺവിൻസ് ചെയ്ത് ചേച്ചിയോട് തന്നെ തന്നെ പറയൂ. എടോ, ഫസ്റ്റ് ഡേ അല്ലേ, എല്ലാം ഒന്ന് സെറ്റായി വരാൻ സമയമെടുക്കും. ഞാൻ ഇപ്പോൾ വിളിക്കാം. ടീച്ചറെ,
ഇവനൊന്നും ഇവിടെ ഇരുത്തിക്കോട്ടെ. എനിക്കിന്ന് അപ്പുറത്തെ ബ്ലോക്കിലെ ഡ്യൂട്ടി. ശല്യമൊന്നും ഉണ്ടാക്കില്ല. അടങ്ങിയിരുന്നേക്കണടാ. അമ്മ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. I did month. They jumped into the well. After a few days, it started raining, and they lived happily. വാട്ട് ഷുഡ് ഐ ഡു? അവനാരത് പറയാ? ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. എനിക്ക് ആ ഇവന്റിന്റെ ത്രില്ല് പോയി. ഞാനെങ്ങ് നിൽക്കത്തില്ല. ഐ ക്വിറ്റ്. നൗ ദാറ്റ്സ് ഫൈൻ. ഞാൻ ആരുടെ റൂമിൽ കയറി എടുക്കാൻ വരുന്നില്ലല്ലോ. അതിനതൊരു ഡസ്റ്റ്ബിൻ അല്ലേ? ചോദിച്ചിട്ടെടുക്കാനും മാത്രം വാല്യുബിൾ ആയ സാധനമൊന്നും അല്ലല്ലോ. എനിക്ക് വാല്യബിൾ ആണ്. ഇനി ഇതിനാരും തുടരുത്. ഡോണ്ട് ബി സോ മീൻ. ഇത്ര നേരം ഇനഫ്. എന്തായാലും നീ ചെയ്ത ശരിയായില്ല. യു ഷുഡ് ഹാവ് സെഡ് സോറി. സോറി. മിലി, ഇറ്റ്സ് ഓക്കേ. വെറും പാവവാ. ഒരക്ഷരം മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണല്ലേ തനി നിറം. സീരിയസ്ലി അനു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. കല്യാണി കുറച്ച് കുഴപ്പമാ. ആവശ്യത്തിന് വട്ടുമുണ്ട്. അവളോട് ചൂടാവാന്നൊക്കെ പറഞ്ഞ യു ഷുഡ് ഹാവ് സീൻ ഇറ്റ്. എന്തായിരുന്നു വഴിക്കുള്ള റീസൺ? അതായിരുന്നു ഏറ്റവും വലിയ രസം. ഒരു ഡസ്റ്റ്ബിൻ. എന്തോ? ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക്കിന്റെ ഡസ്റ്റ്ബിൻ.